SFIയുടെ ആരോപണം ഇപ്പോൾ KSU തള്ളുന്നതാണ് നമ്മൾ കണ്ടത്. നാട് വിട്ടിട്ടില്ല, ഇവിടെ തന്നെയുണ്ട് എന്ന KSU പ്രവർത്തകൻ വന്ന് മാധ്യമങ്ങളോട് പറയുന്നതാണ് നമ്മൾ കേട്ടത്. രാഷ്ട്രീയ ആരോപണമെന്ന് KSU പറയുമ്പോൾ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതാണ് അറിയേണ്ടത്. അഞ്ജലി ശ്രീധരരാജ് കേൾക്കാമെന്ന് കരുതുന്നു. KSUവിന്റെ വിശദീകരണവും നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു. കളമശ്ശേരി പോളിയിൽ കഞ്ചാവ് എത്തിച്ചതപ്പോൾ ആരാണ്? സുജയ, ആ കാര്യത്തിലാണ് ഇപ്പോഴും വ്യക്തത വരാത്തത്. അതായത് പോലീസ് കേസെടുത്തിരിക്കുന്നത് SFI പ്രവർത്തകനായിട്ടുള്ള അഭിരാജ്, ആദിത്യൻ കൂടാതെ ആകാശ് എന്നിവർക്ക് എതിരെയാണ്. ഈ അഭിരാജ്, ആദിത്യൻ എന്നിവരുടെ കയ്യിൽ നിന്നും അതായത് 9.09 ഗ്രാമാണ്, അതായത് 9 ഗ്രാമിലധികമാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. ഇന്നലെ 2 റൂമുകളിലായിട്ടാണ് പോലീസ് റെയ്ഡ് നടത്തിയിട്ടുള്ളത്. അതിൽ ആകാശിന്റെ റൂമിൽ നിന്നാണ് 2 കിലോയോളം, അതായത് ഒരു കിലോയും 9.09 കിലോഗ്രാമാണ് ആകാശിന്റെ മുറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. ഈ അഭിരാജിനെയും കൂടാതെ ആദിത്യനെയും പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അതായത് SFI പ്രവർത്തകർ പറയുന്നത് ഇത് KSU തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണെന്നാണ്. എന്നാൽ നേരെ വിപരീതമായിട്ടാണ് SFI പ്രവർത്തകർ പറയുന്നത്. അതായത് ഈ നേരത്തെ ഈ അഭിരാജ് അടക്കം പറഞ്ഞത് ഈ ആദിൽ എന്ന വ്യക്തി, അതായത് റൂമിലുണ്ടായിരുന്നവർ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ്. അവരാണിപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അതായത് അവർ മീഡിയയിൽ വാർത്തകൾ നോക്കുമ്പോൾ അവർ നാട് വിട്ടു എന്നതൊക്കെ വാർത്തയിൽ കണ്ടു. അതിനാലാണ്, അതായത് അത്തരത്തിൽ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനാലാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നതെന്നാണ്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വിശദീകരണം അല്പസമയത്തിനകം ലഭിക്കുമെന്നാണ് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ കോളേജ് കൌൺസിൽ യോഗം ചേരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ, അതായത് ഈ കോളേജിലുള്ള ഇവർക്കെതിരെ നടപടി എടുക്കണമോ, എന്ത് നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഉടൻ തന്നെ ഒരു റിപ്പോർട്ട് കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇന്നലെ രാത്രി വൈകിയോടെയാണ് പോലീസ് ഈ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലേക്ക് റെയ്ഡ് നടത്തുന്നത്. അതായത് ചെറിയ രീതിയിലൊരു ഇൻഫർമേഷൻ ഈ പ്രിൻസിപ്പലിന് ലഭിച്ചിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹം പോലും, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള റെയ്ഡ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം 100-ലധികം പോലീസുകാരാണ് ഡാൻസ് ഓഫ് അടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നത്. തുടർന്ന് ഇവിടെ മെൻസ് ഹോസ്റ്റലിലാണ് വിശദമായി പോലീസ് പരിശോധന നടത്തിയിട്ട്. അതായത് നമ്മളോടിപ്പോൾ അഭിരാജ് പറഞ്ഞിട്ടുള്ളത്, അഭിരാജ് ഇവിടെ കോളേജിൽ പരിപാടികളുമായി ബന്ധപ്പെട്ട് തോരണങ്ങൾ കെട്ടുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇത്തരത്തിൽ റെയ്ഡ് നടത്തുന്നുണ്ട് എന്നറിഞ്ഞ് അവിടേക്ക് ചെന്നതായിരുന്നു. അപ്പോഴാണ് തന്നോട് ഇക്കാര്യം ചോദിച്ചത്. അതായത് ഇത് നിന്റെ റൂമാണോ എന്ന് ചോദിക്കുന്നു. ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് ആണ് ആകാശിനെ ഇത്തരത്തിലുള്ള ഒരു കഞ്ചാവ് പാക്കറ്റ് കാണിച്ചു കൊടുക്കുന്നതെന്നാണ് അതായത് അഭിരാജ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ആകാശും നിരപരാധിയാണെന്നാണ് KSU പ്രവർത്തകരടക്കം വ്യക്തമാക്കുന്നത്. പക്ഷേ എവിടുന്നാണ് ഈ കഞ്ചാവിന്റെ ഉറവിടം എന്നത് പറയുന്നുണ്ട്. അത് ക്യാമ്പസിൽ നിന്ന് തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും വേണം. അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് പറഞ്ഞിട്ടുണ്ട്.